പായിപ്ര പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായതോടെ ശക്തമായ സമരവുമായി UDF ജനപ്രതിനിധികൾ മൂവാറ്റുപുഴ വാട്ടർ അതോറിറ്റി എഞ്ചിനീയറെ ഉപരോധിച്ചു. എഞ്ചിനീയറുടെ ഓഫീസിൽ പരാതി നൽകാനുള്ള ജനപ്രതിനിധികളുടെ ശ്രമം പോലീസ് തടയാൻ ശ്രമിച്ചത് പോലീസും മെമ്പർമാരും തമ്മിലുള്ള തർക്കത്തിന് ഇടയാക്കി. 24 മണിക്കൂറിനുള്ളിൽ വെള്ളം ലഭ്യമാക്കുമെന്ന ഉദ്യോഗസ്ഥരുടെ ഉറപ്പിനെ തുടർന്നാണ് ജനപ്രതിനിധികൾ പ്രതിഷേധം അവസാനിപ്പിച്ചത്. പായിപ്ര പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായതോടെ ശക്തമായ സമരവുമായി UDF ജനപ്രതിനിധികൾ മൂവാറ്റുപുഴ വാട്ടർ അതോറിറ്റി എഞ്ചിനീയറെ ഉപരോധിച്ചു. എഞ്ചിനീയറുടെ ഓഫീസിൽ ചെന്ന് പരാതി നൽകാനുള്ള ജനപ്രതിനിധികളുടെ ശ്രമം പോലീസ് തടയാൻ ശ്രമിച്ചത് പോലീസും മെമ്പർമാരും തമ്മിലുള്ള തർക്കത്തിനിടയാക്കി. കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കുക. കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കുക. വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ അവസാനിപ്പിക്കുക. വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ അവസാനിപ്പിക്കുക. പോലീസിന്റെ തോന്നിയാസം അവസാനിപ്പിക്കുക. പോലീസിന്റെ തോന്നിയാസം അവസാനിപ്പിക്കുക. തുടർന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പർ മാത്യൂസ് വർക്കി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിൽ ജനപ്രതിനിധികളെ എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് പ്രവേശിക്കാൻ അനുവദിച്ചു. വെള്ളം എത്രയും പെട്ടെന്ന് എത്തിക്കുമെന്ന് ഉറപ്പ് നൽകാതെ സമരം അവസാനിപ്പിക്കില്ല എന്ന് ജനപ്രതിനിധികൾ നിലപാടെടുത്തതോടെ വാട്ടർ അതോറിറ്റി എഞ്ചിനീയർ തകരാറുകൾ പരിഹരിക്കാൻ ജോലിക്കാരെ ഏർപ്പെടുത്തി 24 മണിക്കൂറിനകം വെള്ളം എത്തിക്കാമെന്ന ഉറപ്പിലാണ് സമരം അവസാനിപ്പിക്കാൻ ജനപ്രതിനിധികൾ തയ്യാറായത്. പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് അസീസിന്റെ നേതൃത്വത്തിൽ നടന്ന ഉപരോധ സമരം ജില്ലാ പഞ്ചായത്ത് മെമ്പർ മാത്യൂസ് വർക്കി ഉദ്ഘാടനം ചെയ്തു. ഇന്നിവിടെ സംസാരിക്കുമ്പോൾ കഴിഞ്ഞ 4-5 ദിവസമായി മൂവാറ്റുപുഴ ഫ്രഷ് കോള കടവിലെ അവിടുത്തെ ഫുട്വാൽവും അതുമായി ബന്ധപ്പെട്ട മോട്ടറിൻ്റെയും ഒക്കെ പ്രശ്നങ്ങൾ കാരണം അതിൻ്റെ പണികൾ യാതൊന്നും മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിലാണ് അവിടുത്തെ കാര്യങ്ങൾ നിൽക്കുന്നത്. അത് ഇന്ന് ഇവിടെ മോട്ടോർ പൊക്കിയെടുക്കുന്നതിന് വേണ്ടി അവിടെ അതിന് തൊടുപുഴയിൽ നിന്നും ആളുകൾ വന്ന് അതിൻ്റെ പ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിൽ പോലും അത് വളരെ മന്ദഗതിയിലാണ് അത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഗൗരവങ്ങളെല്ലാം ഞങ്ങൾ ഇന്ന് ഇവിടെ മനസ്സിലാക്കി, ഉദ്യോഗസ്ഥരെ പറഞ്ഞ് മനസ്സിലാക്കി. ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ പകലും അതുപോലെ തന്നെ നാളെ രാത്രിയുമായി ഈ മോട്ടോർ പമ്പ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന പ്രവർത്തനം ഉണ്ടായില്ലെങ്കിൽ നാളെ രാവിലെ 10 മണിക്ക് ഈ ജനപ്രതിനിധികളായ ഞങ്ങളെല്ലാവരും വീണ്ടും ഈ വാട്ടർ അതോറിറ്റി ഓഫീസിൽ വന്ന് വെള്ളം പമ്പ് ചെയ്യുന്ന നടപടി ആരംഭിക്കുന്നത് വരെ നിരാഹാര സമരം ആരംഭിക്കാനാണ് ഞങ്ങൾ ജനപ്രതിനിധികൾ തീരുമാനിച്ചിട്ടുള്ളത്. തീർച്ചയായും അക്കാര്യത്തിൽ ഈ വേനൽക്കാലത്ത് ജനങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കുന്നതിന് ആവശ്യമായ കാര്യത്തിൽ പരിഹാരമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ ജനപ്രതിസ്ഥാനം ഇതുപോലെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഒരു കാര്യവുമില്ല എന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ഈ ഉറച്ച തീരുമാനമെടുത്തിട്ടുള്ളത്. കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായിട്ടും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ അനങ്ങാപ്പാറ നയം ശരിയല്ല എന്നും 1.5 വർഷമായി മെയിൻ്റനൻസ് വർക്ക് ചെയ്യുന്ന കോൺട്രാക്ടർമാർക്ക് ബില്ല് മാറി നൽകാത്തത് ജനങ്ങളോട് LDF സർക്കാരിന് ഒരു പ്രതിബദ്ധതയുമില്ല എന്നുള്ളതിൻ്റെ തെളിവാണെന്നും പറഞ്ഞ സമയത്തിനുള്ളിൽ വെള്ളമെത്തിയില്ലെങ്കിൽ അടുത്ത ദിവസം മുതൽ വാട്ടർ അതോറിറ്റിക്ക് മുന്നിൽ പൊതുജനങ്ങളുമായി ചേർന്ന് ഇതിലും വലിയ സമരത്തിന് തയ്യാറാകുമെന്നും ജില്ലാ പഞ്ചായത്ത് മെമ്പർ മാത്യൂസ് വർക്കി പറഞ്ഞു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ജോയ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷീജ സലാം, ജൂബി ബഷീർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുലേഖ മക്കാർ, പഞ്ചായത്ത് മെമ്പർമാരായ ശാലിനി ഷാജി, അബ്ദുൽ കരീം, ബിസ്മി സലാം, PA നൌഷാദ്, മൻസൂർ ചേന്നര, നിഷ നൌഫൽ, AA നിഷാദ്, ജസീന അലി, സുനിൽ AC, MC വിനയൻ തുടങ്ങിയവർ സമരത്തിൽ പങ്കെടുത്തു. മുസ്ലിം ലീഗ് പ്രവർത്തകരും വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തി പ്രതിഷേധിച്ചു. തികച്ചും ജനകീയമായ ഒരു വിഷയം. കഴിഞ്ഞ 10 വർഷമായി ഈ വിഷയത്തിൽ പലപ്പോഴായിട്ട് മുസ്ലിം യൂത്ത് ലീഗ് ഞങ്ങളുടെ പരാതികൾ അറിയിക്കുകയും ഞങ്ങളുടെ പരിഭവങ്ങൾ ഇവിടെ ബോധ്യപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ
ഇത്രയും ഇറസ്പോൺസിബിൾ ആയി പെരുമാറുന്ന ഒരു വിഭാഗം വേറെ ഇല്ല എന്ന് പറയാം. ഒരാവശ്യമില്ലാത്ത സമയത്ത് ആവശ്യത്തിലധികം വെള്ളം എല്ലാ വീട്ടിലും എത്തിക്കും. ആവശ്യമുള്ള സമയത്ത് ഒരു തുള്ളി വെള്ളം ഈ മൂവാറ്റുപുഴയിലെ നമ്മുടെ പ്രദേശത്ത് പായിപ്ര പഞ്ചായത്തിൻ്റെ പ്രദേശത്ത് അടക്കം വെള്ളം കിട്ടാത്ത സാഹചര്യം എനിക്ക് തോന്നുന്നത് അത്തരത്തിലുള്ള ഒരു സിസ്റ്റം ഇവിടെ വർഷങ്ങളായിട്ട് കൈകാര്യം ചെയ്തു വച്ചിരിക്കുകയാണ്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.